ഹായ് ഫ്രണ്ട്സ്, കൊറിയൻകാരുടെ സ്കിന്ന് പോലെയാകാൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇത് വേണ്ടിയത് കുറച്ച് പച്ചരി വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം. വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ വേണം, ഗ്ലിസറിൻ വേണം, ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ആണോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കാം. ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഇല്ലെങ്കിൽ പാരച്ചൂട്ടിൻ്റെ എണ്ണയായാലും കുഴപ്പമില്ല. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തോണ്ട് വന്ന് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരിപ്പയിൽ അരിച്ചെടുത്ത് ഈ വെള്ളം അടുപ്പേ വെച്ചൊന്ന് കുറുക്കിയെടുക്കണം. അതിങ്ങനെ കുറുക്കിയെടുക്കണം. കട്ട പിടിക്കരുത്. കട്ട പിടിക്കാത്ത വിധത്തിൽ തീ കുറച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ കുറുക്കിയെടുത്തിട്ട് ഈ കുറുകി വരുമ്പോഴേക്ക് ഇതിനകത്തേക്ക് അല്പം പാലും കൂടെ ഒഴിച്ച് നമുക്ക് കുറുക്കിയെടുക്കാം. അലർജി ഉള്ളവർ പാലൊഴിക്കണ്ട. ഇപ്പം നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ആൽമണ്ട് ഓയിൽ ഒഴിക്കാം. കുറച്ച് ആൽമണ്ട് ഓയിൽ ഒഴിച്ചു. അല്പം ഗ്ലിസറിൻ ഒഴിക്കാം. ഗ്ലിസറിൻ അപ്പം നമ്മുടെ മുഖത്തിന് നല്ലതാണ്. നല്ല സോഫ്റ്റ്നെസ് കിട്ടും, നല്ല ബ്രൈറ്റ്നെസ് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മളിടുന്നത്. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് അല്പം വൈറ്റമിൻ ഇയുടെ ഒരു ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിക്കാം. 1 2 ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 2 എണ്ണമാണ് ഒഴിക്കുന്നത്. ഞാൻ ഇതിനകത്തേക്ക് അല്പം ഒലിവ് ഓയിലും കൂടെ ചേർക്കുവാണ്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ആറി കഴിയുമ്പോൾ ഒരു പാത്രത്തിൽ, ഒരു ബൗളിലേക്ക് അല്ല ഒരു പാത്രത്തിൽ അടപ്പുള്ള ഒരു ടിന്നിലേക്ക് ഇട്ട് വെച്ചിട്ട് എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരം നമ്മുടെ മുഖത്ത് തേച്ച് കിടക്കണം. ഒരാഴ്ച കൊണ്ട് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ്നസ്സും നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ ആവും. കറുത്ത പാടുകൾ അങ്ങനെയുള്ള എല്ലാം മാറി നല്ല ഭംഗിയായി തീരും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അങ്ങനെ അത് ആറിക്കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് കിടക്കാൻ നേരം നമ്മുടെ മുഖത്ത് തേക്കണം. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.